ഇനി അധ്യക്ഷ ഭാഷണമാണ് ഇവിടെ നടക്കാനുള്ളത്. ഈ പരിപാടി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദും തങ്ങളുടെ വാപ്പയും വലിയ ബന്ധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ബന്ധത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ റൂമിൽ പോയിരിക്കുന്ന അവസ്ഥ ഒന്നല്ല. ദുഗലടുക്കത്തേക്ക് വന്ന ഉസ്താദ് ഈ തലേന്ന് ആ തല വരെ പോവും, പിന്നെ അവിടുന്ന് തിരിച്ചും വരും. അങ്ങനെ നടക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ഉസ്താദിൻ്റെത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാട്യമോ കാട്ടിക്കൂട്ടലോ ഒന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ, ഒരു നല്ലൊരു ആലിമ്. ആ ഒരു ബന്ധം നമ്മുടെ തങ്ങൾ വളരെ ഈ വീടുമായും ഇവിടുത്തെ മക്കളുമായും ഇവിടുത്തെ ഉമ്മയുമായും ഒക്കെ നല്ല നിലയിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ സുള്ളിയയിൽ ഇപ്പൊ നമുക്കൊരുപാട് തങ്ങന്മാരുണ്ട്. സുള്ളിയയിൽ തങ്ങന്മാരും നമുക്കൊരു ആശ്വാസത്തിനൊരാളും ഇല്ലാത്തൊരു സമയം നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ധൈര്യം പകർന്നുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് ഓടിച്ചെല്ലാനുള്ള ഒരിടം അത് ദുഗലെടുക്കയായിരുന്നു. ഇന്നും നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ദുഗലെടുക്കയാണ് നമ്മുടെ പ്രദേശത്തുകാർക്കുള്ള അഭയകേന്ദ്രം. അല്ലാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമുദായത്തിന് നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദാണ്. വളരെ ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി തങ്ങളവറുകളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഈ മഹത്തായ സദസ്സിൽ ഉപവിഷ്ടരായ വന്ദരായ നമ്മുടെ ശൈഖന, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, വിശിഷ്യ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉസ്താദ് അവരുടെ ശിഷ്യന്മാർ, അവരുടെ മുഹിബ്ബീങ്ങൾ, വന്നു ചേർന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സുദീർഘമായി ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉസ്താദ് അവറുകളെ ആണ്ടനുസ്മരണവുമായി 6ാമത്തെ ആണ്ടനുസ്മരണമാണ്. ആ അനുസ്മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ നിലകൊള്ളുന്നത്. ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് മരിച്ച ദിവസം നാളെയാണെങ്കിലും അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇന്ന് വെച്ചത്. ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ഖായിദുൽ ഖുംസി അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും അതുപോലെ തന്നെ ഉപ്പാപ്പിയായിട്ട് ബന്ധമുള്ള ആലുവായി അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനാണ്. അവരൊക്കെ മരിച്ച ദിവസമാണ് ഇന്ന്. നമ്മുടെ ദുആയിൽ ബഹുമാനപ്പെട്ട വന്ദരായ ഉസ്താദ് അവർകൾ അവരെല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മൾ ദുആ ചെയ്യും. നമ്മൾക്കിടെ വന്നിട്ടുള്ളതും ദുആയിൽ പങ്കെടുക്കാനും വിശേഷ ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ് അവർകളുടെ സാരസമ്പൂർണമായ പ്രസംഗം കേൾക്കാനുമാണ്. ഉസ്താദിന് ശാരീരികമായി പ്രയാസമുണ്ട്. ഉസ്താദായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് അത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. വേറെ പരിപാടിയൊന്നും ഇടയിലില്ല. അവിടുന്ന് സുബഹിൻ്റെ സമയത്ത് പുറപ്പെട്ട് ഇവിടെ എത്തിയതിന് ഇവിടെ നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടുള്ളവൻ പോലും യഥാർത്ഥത്തിൽ യാത്രാക്ഷീണം കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടയിൽ 1-2 സ്ഥലത്തൊക്കെ വിശ്രമിച്ചിട്ടേ പോകാറുള്ളൂ. പ്രായം കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. ഏതായാലും അല്ലാഹു തആല നേരെ ഉസ്താദ് അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ അവരുടെ ശിഷ്യന്മാർ വേണ്ട പോലെ ഇവിടെ അനുസ്മരിച്ചു. അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയുക. ഉസ്താദ് അവറുകൾ അജാബരം ഖത്തീബായി ജോലി ചെയ്യുന്ന ആ സമയം മുതലാണ് ഏകദേശം എനിക്ക് മൂപ്പരായിട്ട് പരിചയം. അടുത്ത ബന്ധമല്ലെങ്കിലും ഒന്നരായ വാപ്പിയും ഉസ്താദിനെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ പറയാറും സംസാരിക്കാറുണ്ട്. കൂടുതൽ ബന്ധമായത് മാപ്പിളക്കത്ത് അതുപോലെ തന്നെ പള്ളത്തൂർ ഒക്കെ ദർസ് നടത്തുന്ന സമയത്താണ്. നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലുള്ള ദർസുകളും കോളേജുകളൊക്കെ നടത്തപ്പെടുമ്പോൾ മുതഅല്ലിമീങ്ങളെ സൗകര്യം, ക്ലാസ് റൂമിൻ്റെ വലിപ്പം, കുട്ടികൾക്ക് കിടക്കാനുള്ള കിടക്ക, തലയണി, കട്ടിൽ, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ, ഇതെല്ലാം ആയാലും കുട്ടികളെ കിട്ടാനും പ്രയാസമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം കുട്ടികൾ പഠിക്കുന്നതും കുറവാണ്. ഉസ്താദൊക്കെ ദർസ് നടത്തുമ്പോൾ ഇപ്പോൾ അവരുടെ ശിഷ്യന്മാർ നമ്മൾ ഹനീഫ മുസ്ലിയാരൊക്കെ സൂചിപ്പിച്ചതുപോലെ
ഒരു സൗകര്യമില്ലാത്ത മാപ്പടക്കം എന്ന് പറയുന്ന ആ സ്ഥലം ഈ രൂപത്തിൽ അറിയപ്പെട്ട് തന്നെ ഉസ്താദ് അവിടെ പോയ ശേഷം. അതിനുമ്പ് ചെറിയൊരു പള്ളി എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒരു പള്ളി. 89 കാലത്ത് 82 കാലത്ത് ദൂരടുക്കത്തെ പള്ളിക്ക് കുറ്റിയടിക്കാൻ വേണ്ടി വന്നേരം എൻ്റെ അളാപ്പിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ സാധാരണ അവിടെ ദിക്ർ കഴിപ്പിക്കുമല്ലോ, ഒരു കോയും നാടൻ കോയും അതുപോലെ തന്നെ പത്തിലും കൊടുത്തിട്ട്. അങ്ങനെ വാപ്പിയും അളാപ്പിയും പിന്നെ അവരെ സ്നേഹിതന്മാരായ CK സേക്കാൽച്ച എന്നൊക്കെ പറഞ്ഞവര് ഒന്നിച്ചിട്ട് സിയാറത്തിന് പോയി മാപ്പിളക്കത്തും. അന്നാരും അവിടെ വരുന്നവരല്ല, ഉള്ളവരുമല്ല, അത്യാവശ്യം ഇങ്ങനെ സിയാറത്തിന് വന്നവർ വരുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ അളാപ്പ ഒരു ഫലിതക്കാരനാണ്. അവിടെ എത്തിയപ്പാട് ചോദിച്ചു, ഈ ഇറച്ചിമ്പത്തിൽ ഇപ്പം ആരാ തിന്ന? അപ്പം പറഞ്ഞ് നമ്മളെന്നെ പിന്നെ ദിക്ർ വെച്ചിട്ട് നമ്മളെന്നെ കഴിക്കലാണ്. ഇത് പൂച്ച വേറ്റാണെങ്കിൽ പൂച്ച വന്നിട്ട് പൂച്ച പേറ്റിട്ട് പൂച്ചേനെ ഒന്നും പോലെ ആവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം സ്ഥലത്ത് വെച്ചു. അവര് സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇറച്ചിമ്പത്തിന് കാണാനില്ല. ഒരുപാട് നോക്കി അവർക്കൊരു അത്ഭുതം കൂറി. അപ്പൊ ഈ നേരത്തെ അനീഫുലാർ പറഞ്ഞ പോലെ നേരെ താഴെ തോടാണല്ലോ. അപ്പൊ ഈ സേക്കാൽച്ച എന്ന് പറഞ്ഞ വാപ്പാന്റെ ഒക്കെ ഹാദിമിങ്ങ ഇവര് പല ഭാഗത്തും പോയിട്ട് എന്നെ നോക്കി. അവർക്ക് പിന്നെ ഒരു ഇതായി എവിടെ പോയി എന്നറിയണല്ലോ. അത് അന്നേരത്തെ പോലെ പ്ലാസ്റ്റിക്കിൽ കെട്ടിയതല്ല, ഇലയിൽ പോന്നിട്ട് പിന്നെ കടലാസിൽ പോകുന്നതാണ്. അപ്പൊ നായ പൂച്ചയൊക്കെ കൊണ്ടുപോയി എന്തായാലും ചുറ്റുഭാഗത്ത് കാണണം. അപ്പൊ എളാപ്പാക്കും തോന്നി. അപ്പൊ അവരോട് നിർബന്ധമായിട്ട് പല ഭാഗത്തും വരുതാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ പൊടി പോലും എവിടെയും കിട്ടിയിട്ടില്ല. അവിടെ പോയിന്ന് അവർക്കൊട്ടും അറിയുകയും ചെയ്യില്ല. എളാപ്പാന്റെ ആ പറച്ചല് എന്തോ അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നത് സാധാരണ പറയാറുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള മാപ്പടക്കയിൽ ഈ കുട്ടികളെയും കൊണ്ടുപോയി അവരെന്നെ ഭക്ഷണം ഉണ്ടാക്കി അവരെന്നെ ഭക്ഷണം കഴിക്കുന്നു, അവരെന്നെ ദർശനം. ഈ ഒരു സ്വഭാവം വാസ്തവത്തിൽ കഴിഞ്ഞു പോയ തലമുറകളിൽ മഹാന്മാർ കാണിച്ച ആ സ്വഭാവമാണ്. ആ സ്വഭാവം പാരമ്പര്യമായി കിട്ടിയത് വണ്ടൂരിലെ ഷേഖുന അവരുടെ ആ ശിഷ്യത്വത്തിൽ നിന്നും അവരുടെ ആ തർബിയത്തിൽ നിന്നുമാണ്. അവിടെ ശിഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേകം, നമ്മളെ വാപ്പ പറയും, അവർക്ക് എങ്ങനെയായാലും അവരുടെ ശിഷ്യന്മാർക്ക് ഒരു പള്ളിയിലെ പണി കിട്ടും. ഒന്നുമില്ലെങ്കിൽ തണ്ണിയും കോരിന്റെ പണിയെങ്കിലും ആയിരിക്കും, പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അവരുടെ പണി എന്ന് ബാപ്പ പറയാറ്. അതുപോലെ തന്നെ അവരുടെ ഇനി എത്ര വലുതായാലും എന്തായാലും അവരുടെ ഹൃദയത്തിൽ പൊങ്ങച്ചം വരല് വളരെ കുറവാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ വലിയൊരു മഹാൻ എന്നെല്ലാവരും അനുസ്മരിക്കുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് അതൊക്കെ ശരിയാണെങ്കിൽ, ആ ശിഷ്യന്മാരെ മൂപ്പര് തർബിയത്ത് ചെയ്ത് കൊണ്ടുവരും. മൂപ്പരുടെ ഒരു ശിഷ്യൻ ഒരുപാട് മൗലാമാരുടെ 100 മൗലാമാരൊക്കെ കൂടി വണ്ടൂരിലെ ഓറെ കാണാൻ വേണ്ടി വന്നു. മൂപ്പര് വലിയ ശിഷ്യനാണ്. ഇന്നെല്ലാവരും വലിയ ആലിമായിട്ട് അംഗീകരിക്കുന്നവരാണ്. എല്ലാവരും ഉസ്താദുൽ അസാദ് എന്ന് വിളിക്കുന്നവരാണ്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ മൂപ്പരുടെ ഹൃദയം വണ്ടൂരിലെ മൂപ്പർ മനസ്സിലാക്കി. പണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന അവിടെ ആ സദസ്സിലുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വന്നപ്പോ വണ്ടൂരിലെ ഓറ് ഈ വലിയ 100 കുട്ടികളെയും മുത്താലിമയും കൂട്ടി വന്ന് വലിയൊരു ഉസ്താദായിട്ട് വരികയല്ലേ, ഇജ്ജ് പോയി 2 ചായ വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞു. ആരോട്? ഈ മുദരിസ്താജിനോട്. ആ ചായ വാങ്ങിക്കൊണ്ട് വരുത്തിപ്പിച്ചത് ചെറുതാക്കാനും കുറവാക്കാനായിരിക്കൂല, പക്ഷെ എന്തോ ഉള്ളിലുണ്ടായ ആ ഒന്ന് മാറ്റിയെടുക്കാനാണ് ആ രൂപത്തിൽ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ശിഷ്യന്മാരെ മനസ്സറിഞ്ഞ് തർബിയത്ത് ചെയ്യുന്ന സ്വഭാവമാണ് ബഹുമാനപ്പെട്ട വണ്ടൂരിലെ മഹാനവറുകളെ നമ്മളിന്ന് മാത്രമല്ല, നമ്മൾക്കറിയാം ചെറുത്തട്ടി അബൂബക്കർ ഹാജി അവറുകൾ പിന്നെ എന്നോട് പറഞ്ഞതും ഒന്നര ഉസ്താദിനോട് പറഞ്ഞതും, ബഹുമാനപ്പെട്ട CM ഉസ്താദ് പിന്നെ ആദൂർ കാളിയായ സമയത്ത് അവിടുത്തെ ഉറൂസിൽ വെച്ച് CM ഉസ്താദും ചെറുത്തട്ടി അബൂബക്കർ ഹാജി അവറുകളും ഒക്കെ ഉള്ള ആ സദസ്സിൽ വെച്ചിട്ട് ഉസ്താദ് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദൂർ യഹിയ തങ്ങൾ അവറുകൾ എല്ലാവരാലും അംഗീകരിക്കുന്ന വലിയ കറാമത്തിന്റെ ഉടമയായ മഹാൻ അവറുകൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മഹാനാണ് വണ്ടൂരിലെ ഓറം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചെറുത്തട്ടി അബൂബക്കർ ഹാജി അവറുകൾ പറയുകയാണ്. അവിടെ ബഹുമാനപ്പെട്ടവരെ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ പിന്നെ വണ്ടൂരിലെ പിന്നെ യഹിയ തങ്ങൾ ക്ഷണിച്ചിരുന്നു. യഹിയ തങ്ങൾക്ക് നിർദ്ദേശപ്രകാരമാണ് മൂപ്പർ അങ്ങനെ രൂപീകരിക്കുന്നത്. അപ്പൊ മൂപ്പർക്ക് ആ സമയത്ത് വളരെയധികം അവശതയായി പോകാൻ പറ്റാത്ത സാഹചര്യമായി. ആ സാഹചര്യം വന്നപ്പോൾ ഒരു കത്ത് എഴുതിയിട്ട് ചെറുത്തട്ടി അബൂബക്കർ ഹാജിന്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ വണ്ടൂരിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ പോകേണ്ട ഒരു യോഗമാണ്, എനിക്ക് പ്രയാസം കൊണ്ട് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ചെറുത്തപ്പെട്ട അബൂബക്കർ ഹാജി പറഞ്ഞത് അവരെ ഇരുത്തിയിട്ട് അങ്ങനെ തന്നെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, ഉസ്താദും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ പറയുകയാണ്, ഈ കത്ത് വായിച്ചിട്ട് വണ്ടൂരിലെ മൂപ്പറെ കണ്ണിന്നിങ്ങനെ വെള്ളം ഒലിക്കുന്നു. ആ കത്തിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 3-ാമത്തെ ദിവസം യഹിയ തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയാണ്, ചിലപ്പോൾ ആ കത്ത് തന്നെ
മൂപ്പറ മരണം വണ്ടൂരിലെ മൂപ്പർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കരഞ്ഞതെന്ന് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എഴുത്തു നോക്കിയിട്ടും മുഖം നോക്കിയിട്ടൊക്കെ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു പ്രകൃതിയാണ് ബഹുമാനപ്പെട്ട വണ്ടൂരിലോർ. ഞാനിത് പറയുന്നത് അവരുടെ ശിഷ്യൻ എന്ന നിലക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് അവർകൾ. വെറും കാസർഗോഡ് നിന്ന് മാത്രം മൂപ്പരെ അഭിസംബോധിച്ചാൽ സാധാരണ പതിവ്. അപ്പോൾ കാസർഗോഡ് എന്ന് വിളിച്ചാൽ അത് മൂപ്പരാണ്. മൂപ്പരും അങ്ങനെ തന്നെ വഫാത്ത് വരെയും ഷെയ്ഖുനാന്റെ വണ്ടൂരിലെ മൂപ്പറെ ആണ്ടനുസ്മരണത്തിന് പോകുമ്പോൾ ഭാര്യനെയും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് പോകും. അവരുടെ കൂടെ തന്നെ എപ്പോഴും പോകുന്ന ഒരാളായിരുന്നു നമ്മളെ ഗോളിൻ്റെ അടി അദ്ദൽച്ച. നമ്മളെ ഗോളിൻ്റെ അടി എന്നല്ല പറയും, അവരുടെ കൂടെ എപ്പോൾ ഉണ്ടാകുന്ന ഒരാളാണ് അല്ലെ. ഗോളിൻ്റെ അടി അല്ലേ ഗോളിൻ്റെ അടി അല്ലേ എപ്പോൾ ഉണ്ടാകുന്ന. ഇപ്പോൾ സുഖമില്ല, 5-6 വർഷമായിട്ട് ഒരു ഭാഗം തളർന്നിട്ട് വന്ന് ഉസ്താദും ചോദിച്ചു, കൂടെ വരുന്ന ഒരാളുണ്ടല്ലോ എങ്ങനെയാണ് അവസ്ഥയെന്ന്. അപ്പൊ അങ്ങനെ സുഖമില്ലാണ്ട് കിടക്കാണ്. അള്ളാഹു താല ആരോഗ്യവും ആഫിയത്തൊക്കെ അള്ളാഹു താല പ്രദാനം ചെയ്ത് കൊടുക്കുമാറാവട്ടെ. നേരത്തെ ഇവിടെ പലവരും സ്മരിച്ചതുപോലെ നമ്മൾ അനുസ്മരിക്കുന്ന അവരുടെ ജീവിതവും അവരുടെ ദൗത്യമാണ്. ഇപ്പൊ ഉസ്താദിനിപ്പോ മാപ്പെടുക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളെ പോറ്റി അങ്ങനെ ജീവിച്ചു. അവിടുന്ന് പിന്നെ വന്ന് കൊല്ലമുഖറാണ്. ആരും ഇല്ലാത്ത 4-5 പുര മാത്രമുള്ള ആ കാലത്തുണ്ടാക്കിയൊരു പള്ളി. ആ പള്ളിയും അത് ഖറാബാന്ന് കാണുമ്പോൾ മൂപ്പയുടെ ആഫിയത്തുള്ള കാലത്തോളം ജുമാക്ക് അവിടെ പോയി കുത്തുബോധ്യം നിർവഹിച്ച് അവിടെ നേതൃത്വം കൊടുത്തു വരുന്നു. അങ്ങനെ എവിടെയെല്ലാം ആളില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം, ഇപ്പം പാപ്പം ദുഃഖത്തേക്ക് വന്ന പോലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ദീനിനെ ഹയാത്താക്കുന്ന പ്രകൃതക്കാരാണ് ഇവരൊക്കെ. ദുനിയാവിനോടുള്ള ഒരു ആർത്തിയോ കൊടുത്താൽ പൈസ വാങ്ങൂല, പൈസ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആ പൈസക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമോ പൈസക്ക് വേണ്ടിയിട്ടുള്ളൊരു കളിയോ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി ഒരു കാട്ടിക്കൂട്ടലൊന്നും ഉപരിക്കില്ല. ആ ഒരു ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ വലിയ കാട്ടിക്കൂട്ടലൊന്നും ഉപരിക്കല്ലോ. ചിലപ്പോൾ കൈ പോലും പിടിക്കാൻ നോക്കൂല. ആ സ്നേഹം അത് മാനസികമായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള വെറുപ്പുമാണ് ഇവർക്കൊക്കെ ഉള്ളത്. ബാപ്പയായാലും ബഹുമാനപ്പെട്ട ഉസ്താദായാലും അവരുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ദീനുമായി, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവുമായി, അതുപോലെ തന്നെ ദീനിന്റെ വളർച്ചയായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം. അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ സുഖേട് മാറി അല്ലെങ്കിൽ വേറെ പേർക്ക് കുറ്റിയടിച്ചു വന്ന് അല്ലെങ്കിൽ ഒരു 10,000 രൂപ വന്ന് ആ ബന്ധം എന്ന് പറഞ്ഞാൽ ദീനിന്റെ ബന്ധമല്ല. അത് നമ്മളെ ദുന്യവിയായ നമ്മുടെ ബന്ധമാണ്. ഇത് ആ ബന്ധമല്ല ഈ പറയുന്നത്. അപ്പൊ ദീനിയായ ബന്ധം ഇപ്പൊ നമ്മൾക്ക് പുസ്തകമുള്ള സ്നേഹം എന്താണ്? ആ ഷെയ്ഖുനാന്റെ പാരമ്പര്യം നിലനിർത്തുന്നു. അതുപോലെ തന്നെ പഴയ ആലിമീങ്ങളുടെ ആ ഒരു മാതൃകയാണ് മൂപ്പർ സ്വീകരിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു ദീനിയായ ഒരു കാട്ടിക്കൂട്ടൽ അങ്ങത്തൊന്നുമില്ല. ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു. നമ്മളിവിടെ വന്ന് ഇപ്പോൾ ഉസ്താദിനായിരിക്കും അധികം മനസ്സിലാവില്ല. ആരെങ്കിലും തുമ്മാൻ തോന്നുന്ന ചെറുപ്പക്കാർ പിള്ളേർ വന്നാൽ അവരെ കൂട്ടി ഇരുന്നിട്ട് തുമ്മാൻ തോന്നും എന്ന് പറഞ്ഞാൽ മൂപ്പരിക്കൊന്നും അറിയില്ല എന്നല്ല. അതൊന്നും അല്ലല്ലോ. അവർക്ക് ഓരോരുത്തരോടും പെരുമാറേണ്ട അവസ്ഥയും സ്നേഹവും അറിയും. അതുപോലെ തന്നെയാണ് അവരുടെ മക്കളായാലും ഇപ്പോൾ ഉസ്താദുമായിട്ട് നമ്മളാക്കിയിട്ടുള്ള ബന്ധം. അള്ളാഹു തല ബന്ധമൊക്കെ ആഖിറത്തിൽ ഉപയോഗിക്കുന്ന ബന്ധമാക്കി അള്ളാഹു തല മാറ്റുമാറാവട്ടെ. കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് വേണ്ടിയുള്ള ദുആയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് ദുആ. ഞാൻ കൂടുതലായിട്ട് ഉസ്താദിനെ പറ്റി നിങ്ങളോട് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ മേഖലകളിലും കുറെ കാലം മുമ്പൊന്നും യഥാർത്ഥത്തിൽ കൂടുതൽ പുറം ലോകം അറിയുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാ ലോകത്തും വാസ്തവത്തിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് വെച്ചു കേരളത്തിൽ. അങ്ങനെ വന്നാൽ ആ ജുമയ്ക്ക് എന്താവും? അതിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ പെട്ടി മറ്റൊക്കെ മാറ്റൽ വരും, പ്രയാസങ്ങളുണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രയാസം ഉണ്ടായ ഘട്ടത്തിൽ വളരെയധികം രൂപത്തിൽ ജുമാന്റെ ആ മസല പറഞ്ഞപ്പോൾ, അതിന്റെ ഫത്വ പറഞ്ഞപ്പോൾ ലോകം അത് ശ്രദ്ധിച്ചു. കേരളം മാത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഇംഗ്ലീഷ് പേപ്പറിലടക്കം ആ ഫത്വ ഉസ്താദിന്റെ ഫോട്ടോ അടക്കം വെച്ച് വരികയും ഒരുപാട് മീഡിയക്കാർ ഉസ്താദിനെ പോയിട്ട് കാണുകയും അങ്ങനെ ആശയങ്ങളും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ വിഷയമാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ഇത് കിതാബുപരമാവട്ടെ, രാഷ്ട്രീയപരമാവട്ടെ, സാമൂഹ്യപരമാവട്ടെ എല്ലാ മേഖലകളിലും വാസ്തവ ഉസ്താദ് നടന്നിരിക്കുകയാണ്. അള്ളാഹു താല ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും അടുത്ത് ഇപ്പൊ 4000-ഓളം ഫത്വ അടങ്ങുന്ന ഒരു വലിയ ഒരു പുസ്തകം ഉസ്താദ് ഇറക്കിയിരിക്കുകയാണ്. ഉസ്താദിന്റെ തന്നെ ഫത്വ. ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് കഴിവുള്ളവരെല്ലാവരും ഉണ്ട്. എന്നാലും അതൊരു ഹല്ലാണ്. 4000 ഫത്വ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇറക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നമ്മൾ പറയും മറ്റുള്ളവരൊന്നും മോശമായിട്ട് നമ്മൾ കാണരുത്. ഇപ്പൊ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ആണ്ടനുസ്മരണം നടത്തുമ്പോൾ വല്ലാതെ പറയും, അതുകൊണ്ട് റസൂലുള്ള ചെറുതുന്നതിന് മാനയില്ല.
അല്ലെങ്കിൽ പിന്നെ കഞ്ഞത്തോറെ പറ്റി നമ്മൾ മധു പറയുമ്പോൾ ഷംസുല്ല മോശക്കാരതിന് അർത്ഥമില്ല. അപ്പോൾ ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വാസ്തവത്തിൽ 4000 ഫത്വ അത് സമാഹരിച്ചത് മാത്രം, അല്ലാത്ത ഒരുപാട് പുറത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇറക്കിയ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ഇന്ന് ലോകം ശ്രദ്ധിക്കുകയാണ്. ലോകം എന്ന് പറഞ്ഞാൽ കേരളക്കാർ അല്ലെങ്കിൽ ഉസ്താദിനെ അറിയുന്നവർ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടോ അവരൊക്കെ അത് അറിയാണ്. അല്ലാതെ ബ്രിട്ടീഷിലുള്ള പിന്നെ അമേരിക്കയിലുള്ള ഇംഗ്ലീഷുകാരനെ അറിയുന്നല്ലേ ഈ പറഞ്ഞുതരാൻ. അപ്പോൾ എല്ലാ മേഖലകളിലും ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ അറിയുകയാണ്. അള്ളാഹു താല മഹാനവർക്ക് അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു താല പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. നമ്മൾക്ക് അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഭയ്യ ദുആ ചെയ്യുമ്പോൾ ഇന്ന് വഫാത്തായ ബാഫക്കി തങ്ങൾ, അതുപോലെ തന്നെ ആലുവായ അബൂബക്കർ മുസ്ലിയാർ അവറുകൾ, നമ്മളെ വലിയ മഹാനാണ് മൂപ്പര്. ഉപ്പാപ്പാക്ക് മുമ്പ് മദ്രാസിൽ നിന്ന് ഒരു പള്ളവേദന ഉണ്ടായപ്പോൾ എൻ്റെ ബാപ്പ പറഞ്ഞാണ് ഒരു വിഷമം വന്നപ്പോൾ ഉപ്പാപ്പ നാട്ടിലേക്ക് മടങ്ങി. പിന്നെ ആലുവായ അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് വെള്ളം മന്ത്രിച്ചു കുടിക്കണമെന്ന് കരുതി മടങ്ങിയതാണ്. പക്ഷെ അന്നും ഈ മദ്രാസ് മെയിലുണ്ട്. പക്ഷെ ആ മെയില് അന്ന് ഇപ്പോൾ ചെന്നൈ മെയിലാണ്, അന്ന് മദ്രാസ് മെയിലാണ്. മദ്രാസ് എന്നാണ് നാട്ടിന്റെ പേര്. അപ്പൊ കുറ്റിപ്പുറം അറിയില്ല, സ്റ്റേഷനിൽ വെള്ളവുമായി വണ്ടി വരുമ്പം മഹാനവറുകൾ വെള്ളവും കൈ പിടിച്ച് നിന്നത്ര. ആ ഉപ്പാപ്പ ഉണ്ടായ അതേ കമ്പാർട്ടിന്റെ നേരെ നിന്നിട്ട് വെള്ളം കൊടുത്തിട്ട് വന്ന് കുടിച്ചോ പോയിക്കോ കുടിച്ചോ, അങ്ങനത്തെ ഒരു സംസാരമാണ്. കുടിച്ചോ പോയിക്കോ കുടിച്ചോ അങ്ങനെ പറച്ചാലും. അങ്ങനെ ഉപ്പാപ്പ കാണുന്ന വെള്ളം കൊടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഉപ്പാപ്പ അങ്ങനെ തന്നെ വന്നെന്നാ പറയുന്നത്. അതിനോട് ഉപ്പാപ്പാന്റെ ആ രോഗം മാറിയിരുന്നു. മാത്രമല്ല വണ്ടൂരിലെ ഷെയ്ഖുന അവറുകൾ ഓർക്കൊരു സ്വഭാവമുണ്ട്. ഓറും ഈ കണ്ടടത്തേക്കും പാഞ്ഞടത്തേക്കൊന്നും പായൊന്നുമില്ല. അന്നേരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളും എന്നോടൊക്കെ പറയാറുണ്ട്, തങ്ങളൊക്കെ ഇനി കണ്ടെടുത്തും കേട്ടെടുത്തേക്കൊന്നും പായാൻ നിൽക്കണ്ട, അവരവർക്ക് കിട്ടിയ ഉപ്പാപ്പന്മാർക്കും മറ്റൊക്കെ കിട്ടിയതുണ്ടല്ലോ അതൊക്കെ തന്നെ മതി. അത് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ബഹുമാനപ്പെട്ട പി ഉസ്താദ് കാഞ്ഞങ്ങാട് കാലിയായ സമയത്ത് ഒരു വലിയ ഔലിയ വന്നു കൂടി കാഞ്ഞങ്ങാട്. എല്ലാവരും ഔലിയ എന്ന് പറഞ്ഞ് കണ്ടമാനം പാഞ്ഞു പോകാൻ തുടങ്ങി. പി ഉസ്താദ് മാത്രം എതിർത്തു. പക്ഷെ അന്ന് പി ഉസ്താദിന് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിൻകാലത്ത് അവനായിരുന്നു ബാബരി മസ്ജിദ് പൊളിക്കാനും അതിനുവേണ്ടി ഇഷ്ടമുണ്ടായിരുന്നു. മുസ്ലിമേ അല്ല എന്നാ പിന്നെ അറിയപ്പെട്ടത്. അങ്ങനെ ഒരുപാട് നമ്മളെ കടവത്ത് തന്നെ ഒരു ഔലിയ വന്നല്ലോ ഒരു പ്രാവശ്യം. കടവത്ത് ഔലിയ വന്നപ്പോ വാപ്പാന ഭാഗത്ത് നമ്മളെ അവിടെ കോടുമ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളായിരിക്കും, സിക്കൊക്കെ അല്ലാതെ അറിയും. അങ്ങനെ അയാളെ കോടുമ്പോഴത്തേക്ക് പിന്നെ കടവത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ഔലിയ ഇടുന്നുണ്ട്, നമ്മൾ കാണാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ പോയി വാപ്പ സംസാരിച്ചു. അപ്പൊ മലപ്പുറത്താണ്, തങ്ങാണ്, ഔലിയ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആള് കൂടുന്നത്. അപ്പൊ വാപ്പ പേര് ചോദിച്ചു, നാട് ചോദിച്ചു. വാപ്പാനെ കൊള്ളിച്ചാട്ടം, വാപ്പാനെന്തോ പേടിപ്പിക്കുക പറയാ എന്തൊക്കെ പറഞ്ഞു. വാപ്പ അപ്പം തന്നെ ഇറങ്ങി വന്ന് അവിടെ കടവത്തൊരു മക്കാമുണ്ട്, അവിടെ പോയത്തരാം. കടവത്ത് മക്കാമിൽ പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കിടക്കുന്ന ആളായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ വാപ്പ രാമതിൽ കിടക്കുന്ന ഹാമിദ് കോയമത്തങ്ങളാണ്, അവരുടെ വാപ്പ പെട്ടിക്കുളം കിടക്കുന്ന കുഞ്ഞിക്കോയത്തങ്ങളാണ്, അവരുടെ വാപ്പ മാട്ടൂൽ കിടക്കുന്ന കോയമത്തങ്ങളാണ്, അവരുടെ മകനാണ് ഞാൻ. അപ്പൊ ഇവിടെ ഒരു ഔലിയ വന്നെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വന്ന ഒരു ഔലിയ വന്നെന്ന് കേട്ടിട്ടാണ് ഞാൻ കാണാൻ പോയത്. അയാൾ സത്യസന്ധനാണെങ്കിൽ ഇവിടെ നിൽക്കണം. അയാൾ എന്നെക്കോളെ പിന്നെ പേര് ചോദിച്ചപ്പോൾ ഷറയിൽ ഒരാളെ കണ്ടാൽ പേര് ചോദിക്കണം, നാട് ചോദിക്കണം, ഇതാണ് മര്യാദ. അതനുസരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എന്നെ പിന്നെ അയാള് പിന്നെ ഉണ്ടാക്കിയ പ്രയാസം പറഞ്ഞു. സത്യമാണെങ്കിൽ ഉണ്ടാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ നോക്കുമ്പോൾ പ്രശ്നമായി പിടിച്ചു നോക്കുമ്പോൾ മാർക്ക് കല്യാണം പോലും ചെയ്യാത്തൊരു ക്രിസ്ത്യാനിയായിരുന്നു അവൻ. അങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഔലിയാന്റെ പേരും പറഞ്ഞു വരുന്ന ആളാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ വണ്ടൂരിലെ ഷെയ്ഖുനാവട്ടെ അവരുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ആരെങ്കിലും ഇറങ്ങുമ്പോൾ വന്നു പാഞ്ഞു പോയി വീഴുന്നവരല്ല. അതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാം. ഇപ്പൊ പല തെരീക്കത്തുകാരും വന്നപ്പോ ഉദാഹരണമായി ആലുവ തെരീക്കത്ത് വന്നു. ആലുവ തെരീക്കത്ത് വന്നപ്പോ ഒരുപാട് നമ്മുടെ പണ്ഡിതന്മാർ, നല്ല നല്ല ചെറുപ്പക്കാരായ ആലിമ്യങ്ങൾ അവിടെ കൂടെ കൂടി. അതുപോലെ തന്നെ പല തെരീക്കത്തുകളും അങ്ങനെ വന്ന് പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് കാലം കുറെ കഴിയും. അപ്പോഴത്തേക്ക് നമ്മുടെ ജനങ്ങൾ കൂടുതൽ പെട്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് വണ്ടൂരിലെ മൂപ്പറാവട്ടെ അവരിഷന്മാരാവട്ടെ അതിന് പ്രോത്സാഹനം കൊടുക്കുകയോ അതിന് പിന്നെ ഇതാക്കി നിൽക്കുന്നവരല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹാനവർ കേടി ഇങ്ങനെ പാഞ്ഞു പോകുന്ന സ്വഭാവമില്ല. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ് മഹാനവറുകൾ തന്നെ മൂപ്പരുടെ കൂടെ പഠിച്ച ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഓറെ ശിഷ്യന്മാരിൽ പലവരും മടവൂരിന്റെ ശരീക്കന്മാരാണ്. അങ്ങനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ഷെയ്ഖുനാനെ കാണാൻ പോകുന്നു പറഞ്ഞു. അവിടെ പോയപ്പോൾ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഓറ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഭക്ഷണമൊക്കെ കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ തലക്കെടുത്തൂര് മൂപ്പർ ദർശനം നടത്തുമ്പോൾ അന്ന് മൂപ്പർക്ക് നല്ലോണം ഷുഹറുള്ള സമയമാണ്. വണ്ടൂരിലെ മൂപ്പര് വലിയ വൈദ്യനാണ്, വലിയ ആളാണ്, എല്ലാം ആണ്. വണ്ടൂരിലെ മൂപ്പര് വലിയ വൈദ്യനാണ്,
എൻ്റെ ഉമ്മാമ തന്നെ 3-4 ദിവസമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മക്കളൊക്കെ വിവരം അറിയിച്ചോന്നും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പിന്നെ എല്ലാ കുടുംബക്കാരെല്ലാവരും പെരക്കേക്കെത്തി, എല്ലാവരും കൊണ്ടും. അന്ന് പിന്നെ അളാപ്പ വണ്ടൂരിലെ മൂപ്പരടുത്ത് പോയി ദുആ ചെയ്യിപ്പിച്ചു. ഒരു വലിയ പ്രയാസം, അവരുടെ ഉമ്മാമാന്റെ ഗർഭപാത്രം തനിയെ താഴേക്ക് ഇറങ്ങിയ പ്രയാസമാണ്. ഡോക്ടർമാർ പറഞ്ഞു എങ്ങനെയാലും ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ഇങ്ങനെ വിവരം അറിയിച്ചോന്ന് പറഞ്ഞു. വണ്ടൂരിൽ അന്ന് 5 പൈസക്കും 2 പൈസക്കും വിലയുണ്ട്. 10 പൈസന്റെ ഒരു മരുന്ന് ഷാപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു മരുന്നും വേറെ വീട്ടിൽ നിന്ന് എടുക്കുന്ന മറ്റൊരു മരുന്നും, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സാധനം, പേര് ഞാൻ പറയുന്നില്ല, അതും കൂടി കാടി വെള്ളത്തിൽ അരച്ചിട്ട് നാഭിക്കിടാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ അടുത്ത മാസം ഇറങ്ങുന്ന നുസ്രത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറയാമെന്നും പറഞ്ഞു. എളാപ്പ പറഞ്ഞു ആ ദുആ വരുമ്പോഴത്തേക്ക് ഉമ്മാന്റെ 40 കഴിഞ്ഞിട്ടുണ്ടാവും. എളാപ്പ തമാശ അറിയുന്ന ആളാണ്. പക്ഷെ ആ ഉമ്മാമ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ലോകത്ത് വിട പറഞ്ഞത്. അങ്ങനെയുള്ള വലിയ മഹാനാണ്. അങ്ങനെ തലക്കടുത്തൂർ മൂപ്പര്, ഈ ആലുവായി മൂപ്പര് അവരുകള് തലക്കടുത്തൂർ സാധാരണ വരുന്ന ആളാണ്. അങ്ങനെ വന്നപ്പോൾ ഇതേപോലെ മൂപ്പര ദർശനം നടത്തുമ്പോൾ അവിടത്തേക്ക് പാഞ്ഞു കയറി. അപ്പൊ മൂപ്പരെന്താക്കി വേഗം ദർശനം നിർത്തി ബഹുമാനിച്ചു. ആ 2 ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ ഒന്നിലും മധുരം ഇട്ടത്, ഒന്നും മധുരം ഇടാത്തത്. അപ്പൊ എന്തേ മധുരം ഇടാത്ത? എനിക്ക് പ്രമേഹമാണ്, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരെന്താക്കി കുറച്ച് പഞ്ചാര കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 50ഓളം ഗ്രാം പഞ്ചാര 1 ഗ്ലാസ് ചായയിലിട്ട് കലക്കിയിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കുടിച്ചതിന് ശേഷം വർഷങ്ങളോളം ജീവിച്ചിട്ടും ഷുഗറിന്റെ ഒരു അണു പോലും മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അതിനോട് ആ ഷുഗർ രോഗം മാറിയിരുന്നു. അപ്പൊ എന്നതുപോലെ വലിയ കറാമത്തിന്റെ മഹാനാണ്. അപ്പൊ അവരുടെയും കൂടി ദിവസം, വഫാത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അതൊക്കെ ഒത്തു വന്നതായിരിക്കും ഒരു പക്ഷെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, അവരൊക്കെ നമ്മളെ അനുസ്മരിക്കേണ്ടവരും ഓർക്കേണ്ടവരുമാണല്ലോ. അത് ഒരേ ദിവസം ഇന്നെല്ലാം ഒത്തു വന്നപ്പോ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല ദുആയിലൊക്കെ പങ്കെടുത്ത് ഇവിടുത്തെ തബറുക്കിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിയാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.